കേരളത്തിന് കേട്ടുകേഴ്വിയില്ലാത്തൊരു ദുരന്തമാണ് ഈ ദിവസം ഉണ്ടായത്. ഉരുൾപൊട്ട ദുരന്തത്തിൽ 298 പേർക്ക് ജീവഹാനി സംഭവിച്ചു എന്നാണ് ഔദ്യോഗികമായ കണക്ക്. ദുരന്തബാധിതർക്കായി സർക്കാരിൻ്റെ ടൗൺഷിപ്പ് നിർമ്മാണം ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. ദുരന്തത്തിൽ മരിച്ച വിദ്യാർത്ഥികളോടുള്ള ആദരസൂചകമായി വിദ്യാലയങ്ങളിൽ ഇന്ന് 1 മിനിറ്റ് മൗനമാചരിക്കും. ദുരന്തഭൂമിയിൽ നിന്ന് തത്സമയ റിപ്പോർട്ടുകളുമായി 24 വാർത്താ സംഘം ചേരുകയാണ്. ആദ്യം ചൂരൽമലയിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം ചേരും. അതുപോലെ ചൂരൽമലയിൽ നിന്ന് തന്നെ എസ് വിജയകുമാർ ബെയിലി പാലത്തിൽ നിന്ന് ചേരും. അലക്സ് റാം മുഹമ്മദ് മേപ്പാടി വെള്ളാർമല സ്കൂളിൽ നിന്ന് ചേരുകയാണ്. വയനാട് ടൗൺഷിപ്പിൻ്റെ വിവരങ്ങളുമായി വിപിൻ സി വിജയൻ ചേരും. പുത്തുമലയിൽ നിന്ന്, അതായത് മൃതദേഹങ്ങളൊക്കെ സംസ്കരിച്ച പുത്തുമലയിൽ നിന്ന് ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട്. അതുപോലെ ചാലിയാർ പുഴ, നിങ്ങൾക്കറിയാം, ഒരുപാട് മൃതദേഹങ്ങളും മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളുമൊക്കെ ഒഴുകി നടന്ന ചാലിയാർ, നമ്മുടെ ഹൃദയത്തിലേക്കാണ് ചാലിയാർ ആ കാലത്ത് ഒഴുകിയത്. സമീർ ബിൻ കരീം ചേരും. ആദ്യം ഹാഷ്മി താജ് ഇബ്രാഹിമിലേക്ക്. ഹാഷ്മി, നമുക്കൊരു സുപ്രഭാതം എന്ന് പറയാൻ കഴിയാത്ത ദുരന്തത്തിൻ്റെ ഓർമ്മകൾ പെയ്യുന്ന ഒരു കൊല്ലം തികയുന്ന വേളയിൽ നമ്മളത് ഒഴിവാക്കുകയാണ്. പറയൂ ഹാഷ്മി, അവിടങ്ങളിൽ മുണ്ടക്കൈ, ചൂരൽമല, വെള്ളാർമല ഭാഗങ്ങളിലൊക്കെ തന്നെ ദിവസങ്ങളോളം റിപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഹാഷ്മി. ഒരു കൊല്ലത്തിന് ശേഷം ഈ ഒരു മഹാദുരന്തത്തിൻ്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ പെരുമ്പറ മുഴക്കുമ്പോൾ എന്തൊക്കെയാണ് ഹാഷ്മിയുടെ ചിന്തയിൽ ഇപ്പോഴുള്ളത്? ഉറപ്പായും എസ്കേൻ, നമ്മൾ വീണ്ടും ചൂരൽമലയിലേക്ക് എത്തി നിൽക്കുകയാണ്. ചൂരൽമലയിൽ നിൽക്കുമ്പോൾ ഇവിടെ വല്ലാത്തൊരു ഇപ്പോ ഒരുപാട് മാധ്യമങ്ങളുണ്ട്, ഇപ്പോൾ ആൾക്കാരുണ്ടെങ്കിൽ കൂടിയും വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു നിശബ്ദത ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് തൊട്ടറിയാൻ കഴിയും എസ്കേൻ. അത് വേദനിപ്പിക്കുന്ന നിശബ്ദത തന്നെയാണ്. അത് ഒരുപാട് മനുഷ്യരുടെ സങ്കടങ്ങൾ, ഒരുപാട് മനുഷ്യരുടെ വിലാപങ്ങൾ കണ്ടൊരു മണ്ണാണ് ഈ ഭൂമിയാണിത്. അതിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും നമുക്ക് കാണാം. അവിടെ ഇവിടെ കിടക്കുന്ന വലിയ കൂറ്റൻ പാറകളായി, അവിടെ നിന്ന് അങ്ങ് മലമുകളിൽ നിന്നും ഒഴുകിയെത്തിയ, ഒരുപാട് മനുഷ്യരെ കൊന്ന് ഒഴുകിയെത്തി ഇങ്ങോട്ടേക്ക് എത്തിയ കൂറ്റൻ പാറക്കെട്ടുകൾ ഇവിടെ ഇപ്പോഴും കിടക്കുന്നത് കാണാം. അതിന്റെ സങ്കടസാക്ഷ്യമായി വെള്ളാർമല സ്കൂൾ അവിടെ നിൽക്കുന്നതാണ്. എസ്കേൻ, ഇപ്പോ നല്ല മഴയുണ്ട്. ഇന്നലെ മുതൽ മുണ്ടക്കൈ, ചൂരൽമല, കട്ടമല, പുഞ്ചിരിമട്ടം മേഖലകളിലൊക്കെ ഇടവിട്ടാണെങ്കിൽ കൂടിയും നല്ല മഴയുണ്ട്. ആ മഴ ഇപ്പോൾ രാവിലെ വീണ്ടും കനക്കുന്നുണ്ട്. മഴ അങ്ങനെ കനത്ത് പെയ്യുമ്പോൾ ഒറ്റ വർഷം മുൻപ് ഇതേ സമയം ഇവിടെ പെയ്ത മഴ, അല്ലെങ്കിൽ തലേ രാത്രി പെയ്ത മഴ, ആ പെയ്ത മഴയ്ക്കൊടുവിൽ ഒരു മലയൊന്നാകെ പൊട്ടി താഴെ കുലിച്ചു വന്ന ആ വേദന, ആ സങ്കടം ഇവിടെ നിൽക്കുമ്പോൾ, ഈ മഴ ആയിരുന്നില്ല സ്കേൻ. പോയ വർഷം പെരുമഴയായിരുന്നു. ഈ സമയം ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ വിലാപങ്ങളും സങ്കടങ്ങളുമായിരുന്നു. ഉറ്റവർ, അച്ഛനമ്മമാർ, സ്വന്തം മക്കൾ മണ്ണിനടിയിലാണോ എവിടെയാണെന്ന് കാണാത്ത അമ്മമാരുടെയും അച്ഛന്മാരുടെയും ഒക്കെ തീരാ വിലാപങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അതിന് പക്ഷെ വയനാടിനെയോ കേരളത്തെയോ മാത്രം ഞെട്ടിച്ചതായിരുന്നില്ല, ഇന്ത്യയെ പോലും ഞെട്ടിച്ചതായിരുന്നില്ല. ലോകത്തെ തന്നെ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട മഹാദുരന്തങ്ങളൊന്നായി അത് വ്യാഖ്യാനിക്കപ്പെട്ടു. അതിന്റെ ഒറ്റ വർഷമാകുന്നു എസ്കേൻ. ഒരു വർഷം എന്ന് പറയുമ്പോൾ അത് വേദനയുടെ ഒരു വർഷം തന്നെയാണ്. ഇപ്പോഴും ഇവിടെ നിൽക്കുമ്പോഴും ഇവിടുത്തെ മണ്ണിൽ, ഇവിടുത്തെ ആൾക്കാരുടെ മനസ്സിൽ ആ മുറിവ് ഏതെങ്കിലും തരത്തിൽ ഉണങ്ങിയിട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണങ്ങിയിട്ടില്ല എന്ന് വേണം മറുപടി പറയാൻ. അങ്ങനെ ഉണങ്ങുന്ന മുറിവല്ലാതെ ഒരുപാട് സ്വന്തക്കാരെ, ഒരുപാട് ഉറ്റവരെ നഷ്ടപ്പെട്ട ഒന്നാണ് ഇവിടെ ഈ വെള്ളരിമല സ്കൂളിന്റെ. ഞാൻ മടങ്ങി വരാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.